എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? മന്ത്രിയല്ലേ പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിന്റെ പ്രശ്നങ്ങൾ അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞങ്ങളാരും പറഞ്ഞതല്ല, ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ വിള്ളലുണ്ട്. അത് ഊരാലുങ്കലിന്റെ ആൾക്കാർ വന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പൊ ഇത് ഇവർ തമ്മിൽ നേരത്തെ ഒത്തിട്ടുള്ള പരിപാടിയാ. ഏതാ ഇത് മാർക്ക് ചെയ്ത് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു, മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് വന്ന് വായിച്ചു കളഞ്ഞു. അതല്ലേ ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. വലിയൊരു ദുരന്തത്തിൽ നിന്ന് കേരളം കരയേറി വന്നു എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പുതിയ ദുരന്തമായിട്ട് ഞാൻ കരുതുക. വിജയാഹ്ലാദത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ രുചിയുണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? മാതൃകാപരമാണ്, ലോകത്തിലെ ആദ്യത്തെയാണ് എന്നൊക്കെ CPM നേതാക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന് പീരീഡ് എന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേരളത്തിലെ സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് ബോധ്യപ്പെടും. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ പരിപാടിയാന്നുള്ള തള്ളൽ അവിടെ നിർത്തട്ടെ. ഇവർ ഈ തള്ളി 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 സകലതിനും വിള്ളൽ വന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. എൻ്റെ ഒരു ഒറ്റ ചോദ്യം, AKG സെന്റർ പുതിയതായിട്ട് പണിതല്ലോ. MA ബേബിയെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ മാറ്റി നിർത്തി പിണറായി വിജയൻ മറ്റേ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തില്ലേ? അതിന്റെ ഏതെങ്കിലും ഒരു നിലയിലാണ് വിള്ളൽ വന്ന് വെള്ളം ചോരുന്നതെങ്കിൽ CPM സമ്മതിക്കും? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും ഏക്കൂല. നമ്മളെല്ലാവരും വീടുകളൊക്കെ ഉള്ള ആളുകളാണല്ലോ. നമ്മുടെ വീട് പണിയാൻ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചെന്ന് വെക്ക്. വീട് പണിയുടെ ഗൃഹപ്രവേശത്തിന് മുമ്പ് മേൽക്കൂരയിൽ ചോർച്ച വന്നിട്ടുണ്ടെങ്കിൽ, കോൺക്രീറ്റിന് ചോർച്ച വന്ന് അതിൽ നിന്ന് വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഞാൻ കൊടുക്കൂല, റഫീഖ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സാമാന്യ ബോധമുള്ള ഒരു മലയാളിയും പൈസ കൊടുക്കൂല. ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പൊതുഖജനാവിലേക്ക് ദുരന്ത നിവാരണത്തിന് കിട്ടിയ ഈ കോടിക്കണക്കിന് രൂപ ലോകത്താകമാനമുള്ള മനുഷ്യരുടെ വലിയ സംഭാവനയാ. അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? എല്ലാവരും കൂടി ആ മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമത്തിന്റെ മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ ഊരാളുങ്കലിന്റെ ലോകോത്തര മാതൃകയല്ല, അത് മൊത്തത്തിൽ അടിച്ചുകൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ്. കൺസ്ട്രക്ഷൻ പുവർ ക്വാളിറ്റിയാണ്, ഏറ്റവും മോശപ്പെട്ട കൺസ്ട്രക്ഷൻ ആണ്. അതിനെ നമ്മൾ താഴേന്ന്, ഈ സീലിംഗിന്റെ താഴേന്ന് പുട്ടിയടിച്ചോ അപ്പക്സി അടിച്ചോ ഒക്കെ ക്ലീൻ ചെയ്യാന്ന് വിചാരിക്കുന്നത് ആ പണിയെക്കുറിച്ച് അറിയാൻ മേലാഞ്ഞിട്ടാ. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയാം, അത് മോളിൽ നിന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാണ്ട് റവന്യൂ മന്ത്രി താഴേന്ന് മറ്റേ റൂൾ മാർക്കിന്റെ പെൻസിൽ മാർക്കിന്റെ പടമൊക്കെ മാറ്റി കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വെള്ളം മോളിൽ നിന്ന് ഇറങ്ങും. രണ്ടാമത് കോൺക്രീറ്റ് ചെയ്യണം. എവിടെ പോയി വിളിക്കാം മാഷേ? എന്റെ കൈ വിടരുത്, ഇപ്പൊ എന്റെ കൈ വിടുക. ഇനി നീ ആയി നിന്റെ പാട. ഈ 299 കോടി രൂപയ്ക്ക് ഊരാളുങ്കലിന് കരാർ കൊടുത്ത ഈ പദ്ധതി മൊത്തത്തിൽ തട്ടിപ്പാണ്. അവിടെ താമസിക്കാൻ പോണ മനുഷ്യർക്ക് വിശ്വാസ്യതയുണ്ടോ? നീ ഇങ്ങനെ നിരാശയല്ലടാ. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. വെള്ളം കിനിഞ്ഞിറങ്ങി എന്നുള്ള ആക്ഷേപം റഫീഖും സമ്മതിച്ചു, റവന്യൂ മന്ത്രി സമ്മതിച്ചു, നാട്ടിലെ അത്യാവശ്യം CPM-കാരൊക്കെ സമ്മതിച്ചു തന്നു. ഇന്നലെ മിനിഞ്ഞാന്നും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ദേശാഭിമാനിയുടെ ഓൺലൈൻ കാർഡൊക്കെ എന്തായിരുന്നു എന്നറിയോ? പെൻസിൽ കൊണ്ട് വരച്ചതാണ്. അങ്ങനെ ഒരു ക്രാക്കില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്രാക്ക് വേറെയാണ്, വിള്ളല് വേറെയാണ്. ഇവരോടൊക്കെ സംസാരിക്കണമെങ്കിൽ നമ്മൾ പുതിയ ഭാഷ നിഘണ്ടുക്കളൊക്കെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് എടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി. മനുഷ്യരെ പട്ടാപ്പകല് കൊള്ളയടിക്കുന്ന രീതിയിൽ ഒരു പണി നടത്തിയിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ന്യായീകരിക്കേണ്ട. മേൽക്കൂരയിൽ വിള്ളൽ വീണു എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺക്രീറ്റിംഗ് ശരിയല്ല. അതിനിടയിലൂടെ ഇറങ്ങിയ വെള്ളം ആ കമ്പികളൊക്കെ തുരുമ്പിപ്പിക്കും. അതിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. ആ മനുഷ്യർ എന്ത് വിശ്വസിച്ച് അതിന്റെ അടിയിൽ കിടക്കും എന്നുള്ള ചോദ്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇനിയും അവരെ ആശങ്കപ്പെടുത്തണ്ടല്ലോ എന്നുള്ളത് കൊണ്ട്. ഒരു കാര്യം അനൂപ നമുക്ക് വ്യക്തമായല്ലോ, റഫീഖിന്റെ മറുപടിയിൽ തന്നെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 178 വീട്ടുകാർക്ക് താക്കോൽ ദാനം ചെയ്തു. പൂർത്തിയാകാത്ത വീടിന്റെ ഉള്ള താക്കോൽ കൊടുത്തത് അത് ഇവര് സമ്മതിച്ചില്ല. പൂർത്തിയായ വീടാണെങ്കിൽ അവിടെ മനുഷ്യർ കയറി താമസിക്കണമായിരുന്നല്ലോ. വേനൽ മഴയിൽ ആ വെള്ളം കിനിഞ്ഞിറങ്ങുന്ന പൂർത്തിയാകാത്ത വീടുകൾ. റഫീഖ് ഇപ്പോഴും പറയുന്നു 102 വീടുകൾ അവസാന ഘട്ടത്തിലാണ്, ബാക്കി 76 വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. അപ്പൊ ഈ അറ്റകുറ്റപ്പണികൾ തീരാത്ത വീടിന്റെ താക്കോല് കൊടുത്താൽ ലോകത്താർക്കെങ്കിലും താമസിക്കാൻ പറ്റുമോ? എനിക്കോ റഫീഖിനോ അനൂപിനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാർക്കോ
അല്ലെങ്കിൽ ഇത് കാണുന്ന മലയാളികൾക്ക് ആർക്കെങ്കിലും പൂർത്തിയാകാത്ത വീടിന്റെ ഫ്രണ്ട് ഡോർ വെച്ചിട്ട് അതിനൊരു താക്കോലിന്റെ ഒരു പ്രിന്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയറി താമസിക്കാൻ പറ്റും? സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. തൊടുപുഴ കരിമണ്ണൂരില് ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് സമുച്ചയം പണിതു. 1042 മനുഷ്യർക്ക് കുടുംബങ്ങൾക്ക് വേണ്ടി പണിതു കൊടുത്ത 2023 പണിതു. 2025 മൺസൂൺ കാലത്ത് അത് പൊട്ടി ചോർന്നൊലിച്ചു. ലൈഫ് മിഷൻ പണിതു ഉയർത്തിയതാണ്. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ ഉത്തരവാദിത്തം ആർക്കാ? ഈ സർക്കാരിനല്ലേ? അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട്. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ. അപ്പോ സർക്കാർ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്കിപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറവുണ്ടാകാം. CPM-നോ കോൺഗ്രസിനോ അല്ലെങ്കിൽ BJP-ക്കോ മറ്റാർക്കോ വ്യക്തികൾക്കോ സംഘടനകൾക്കോ സ്വകാര്യ ഏജൻസികൾക്കോ കുറവുണ്ടാകാം. പക്ഷെ ഒരു സർക്കാർ ഇതിനൊക്കെ അതീതമായിട്ട് സകല മനുഷ്യരുടെയും വിശ്വാസം ആർജിക്കേണ്ടതാണ്. ആ സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പറയണ്ടേ? കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. അതേടാ, ഞാൻ കോമാളി. ഇന്നലെ വരെ റവന്യൂ മന്ത്രിയുടെ പരിശോധന നടക്കുന്നത് വരെ ഇവർ പറഞ്ഞത് മാർക്കിംഗ് ആണെന്നാ. റൂൾ പെൻസിൽ കൊണ്ട് ആരൊക്കെയോ മാർക്ക് ചെയ്തതാണ്, വെള്ളം കിനിഞ്ഞിറങ്ങുന്നില്ല എന്ന്. ഇന്ന് റവന്യൂ മന്ത്രിയും പറഞ്ഞു വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെന്ന്. റഫീഖും സമ്മതിച്ചു. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. മാർക്കിസ്റ്റ് പാർട്ടിക്കാരാ ഇവർ. മാർക്കിന്റെ പുറകെയായിരുന്നു. മനുഷ്യർ താമസിക്കുന്ന വീട് പണിത് കൊടുത്തിട്ട് വെള്ളലുണ്ടായി വെള്ളം ചോർന്നു എന്ന് പറയുമ്പോൾ ആ ആളുകളെ അവിശ്വസിക്കുന്ന രീതിയിൽ PR പ്രചരണം നടത്തി. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ പറയാണ് കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ പരിഹരിക്കും, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഉത്തരവാദിത്തം പറയിപ്പിക്കുന്നു. ആരാ പറയുന്നത്? റവന്യൂ വകുപ്പ് മന്ത്രി. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറില്ല, മറ്റേ ടെൻഡർ ഇല്ലാതെ കൊടുത്ത കരാറാണെന്ന് ഓർക്കണം. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാൽപ്പനികവൽക്കരിക്കപ്പെട്ട കള്ളന്മാരും കൊള്ളക്കാരും കേരളത്തിൽ വേറെ ഇല്ല. എന്നെ സംശയിക്കരുത്. ആ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നോക്കുകൂലി വാങ്ങിയ ആളുകളല്ലേ? അല്ലേ? കഴിക്കാത്ത ആളുകളുടെ ടിഫിന്റെ കാശ് മേടിച്ച ആളുകളല്ലേ? ഊരാളുങ്കൽ എന്ത് വിശ്വാസ്യത ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? സാറിന് ഇൻസൾട്ട് ചെയ്താ നമുക്ക് വളരെ വിഷമം. ഒരു വിശ്വാസ്യതയില്ലാത്ത ഊരാളുങ്കലിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നു. ആര്? റവന്യൂ മന്ത്രി രാജൻ മറുപടി പറയിപ്പിക്കുന്നു. ഒരു കിണറ്റിലെ വെള്ളത്തിന്റെ അതിന്റെ കുടിക്കാൻ യോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കിണറ്റിലിറങ്ങി അത് കോരി കുടിച്ച് പരിശോധിച്ച ആളുകളൊക്കെ നയിക്കുന്ന PR-ന്റെ ഭാഗമായിട്ടാ ഈ സീലിംഗിന്റെ അടിയിൽ നിന്ന് തൂത്തു നോക്കിയിട്ട് ഒക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്നത്. സാമാന്യ ബുദ്ധിമുള്ള മലയാളികൾ അവരവർ കിടന്നുറങ്ങുന്ന വീടിന്റെ ടെറസിന് ഇങ്ങനെ വിള്ളൽ വന്ന് വെള്ളം കിനിഞ്ഞിറങ്ങിയാൽ സമ്മതിക്കുമോ? കേറി താമസിക്കാത്ത വീടിന്റെ പണം കൊടുക്കാൻ സമ്മതിക്കുമോ? നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ചാൽ ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. അപ്പൊ പിന്നെ ഈ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അവരെ വഞ്ചിക്കാതെ വിശ്വാസ്യതയോടെ അവരെ ചേർത്ത് നിർത്തണം. ഭൂകമ്പത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഈ കെട്ടിടം ഒരു വേനൽ മഴയിൽ വെള്ളം കിനിഞ്ഞിറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കണം. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇനി താമസിച്ചതിന് ശേഷം വരുന്നതിന്റെ ഒക്കെ ഒരു അറ്റകുറ്റപ്പണി നടത്തുമെന്ന്. അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ തൊടുപുഴ കരിമണ്ണൂരിലെ ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് സമുച്ചയം ചോർന്നൊലിക്കുന്നു. ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്തോ? സർക്കാർ ഏറ്റെടുത്തോ? അതുപോലെ നിരവധിയുണ്ട്. ചെമ്പൂച്ചിറ സ്കൂളിന്റെ 2ാം നില പണിതുയർത്തി. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച പണിതുയർത്തിയെ പൊളിച്ചു മാറ്റേണ്ടി വന്നു. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യർ അത്രയും കാലം കൂടി പെരുവഴി കിടക്കുക എന്നുള്ള അതിന്റെ അർത്ഥം. 2 വർഷമായിട്ടും വിഷുവിന് കൊടുക്കുമെന്ന് പറഞ്ഞ വീടാണ്. വിഷു പിന്നെ ഏത് വർഷമാണെന്ന് മുഖ്യമന്ത്രി പറയാത്തതുകൊണ്ട് ആളുകൾക്ക് ആ വിഷയത്തിൽ തർക്കിക്കാൻ പറ്റൂല. പിന്നല്ലാതെ. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.